ലോകത്ത് പ്രത്യേകിച്ച് അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കുറവുള്ള എവിടെയെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതലുള്ള എറണാകുളം ജില്ലയിലാണ്. ഈ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ് മക്കൾ കൊണ്ട് ഒഴിവാക്കുന്നത്. 168 വൃദ്ധസദനങ്ങളിൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഈ 4 വർഷമായിട്ട്. അവിടെ എവിടെയും ഒരു ഇസ്ലാം മത വിശ്വാസത്തിലുള്ള ഒരു ഉമ്മയും ഉപ്പയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു ഉമ്മയും ഉപ്പയും കാണാൻ പറ്റിയിട്ടില്ല. അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ധാർമ്മിക മൂല്യബോധ ചിന്തകളുടെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ്. നിലയും നിലയുമെല്ലാം ഉയരുന്നത്. തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ, തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ. ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് യൂസഫ് അലി. റോയിട്ടോസിന്റെ കണക്കെടുത്തപ്പോൾ സമ്പന്നരുടെ പട്ടികയിൽ 5ാം സ്ഥാനം. അദ്ദേഹം എത്രയും തിരക്കുള്ള മനുഷ്യനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ്. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ടാവുക. ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അദ്ദേഹം ഒന്ന് ഇങ്ങനെ മണത്തു നോക്കും. ജോർദാൻ എത്തിയപ്പോൾ സായിപ്പ് ചോദിച്ചു, എന്താ ഇങ്ങനെ മണത്തു നോക്കണേ യൂസഫ് അലി ചോദിച്ചു. അദ്ദേഹം പറയാ, എന്റെ ഉമ്മാന്റെ വസ്ത്ര ലാപ്ടോപ്പ് ബാഗില്. എന്ത്? എന്റെ ഉമ്മ ആഴ്ച കൂട്ടി ധരിച്ച വസ്ത്രമാണ് ഈ ലാപ്ടോപ്പ് ബാഗില്. ഉമ്മയുടെ വസ്ത്രം കോൺഫറൻസ് ഹാളിലേക്കും വിമാനത്തിന്റെ ലോഞ്ചിങ് സെക്ഷനിലേക്ക് പോകുമ്പോ ആ സിബ് തുറന്നിട്ടൊന്ന് മണത്തു നോക്കും ആ മകൻ. വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അല്ലേ, വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു എന്ന്. ഈ വർത്തമാന കാലഘട്ടത്തെ തലമുറകള് ഉമ്മാന്റെ വസ്ത്രം അങ്ങനെ കൊണ്ടു നടക്കുവോ? ഇല്ലേ? ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, പലതും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടത് ഓർക്കുന്നില്ല. പലപ്പോഴും നമ്മളെല്ലാം തിരക്കിൽ ഇങ്ങനെ ഓടുകയാണ്. ഇങ്ങനെ ആർക്ക് സന്തോഷ സമാധാനമൊന്നുമില്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടോ ചോദിച്ചാൽ 100% പറയും സമാധാനം ഇല്ലാന്ന് വേണേൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇല്ലേ? സത്യ സാറേ, ഒന്നില്ലെങ്കിൽ ഭർത്താവിനാൽ, ഭാര്യയാലും, മക്കളാല്, സാമൂഹ്യ ചുറ്റുപാടുകളെ, സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ നമ്മൾ വിഷമം അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും, ഇല്ലേ, നമ്മുടെ സഹജീവികളോടുള്ള നമ്മളെ സഹാനുഭൂതി കൊണ്ടും, സബ്റ്റുള്ളവന് കൊടുക്കുന്ന അനുകമ്പ, കൃപ, ഇല്ലേ, മാനുഷിക മൂല്യം, മാനവിക മൂല്യം, ഇതെല്ലാം ചേർന്ന് സാമൂഹ്യ പ്രതിബദ്ധ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷം കൂടുന്നത്. നമ്മൾ മനുഷ്യനായിട്ട് ഇങ്ങനെ പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകും. അല്ലേ? പ്രതീക്ഷയോട് മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ എന്തെല്ലാം നിങ്ങൾ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഓർത്തോളൂ, ജന്മം നൽകിയ മാതാവിന്റെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ട്. മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം നേടാതെ എന്ത് അറിവ് നേടിയാലും, എന്ത് പരിജ്ഞാനം നേടിയാലും, എന്ത് സമ്പാദ്യം ഉണ്ടാക്കിയാലും, as per I am concerned, you are a big zero. അതാ യൂസഫ് അലിയുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ, ഞാൻ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കല്ല ചെയ്യുന്ന കേട്ടോ. യൂസഫ് അലിയെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ എടുത്ത് നോക്കിയാൽ മതി. 50 ചോദ്യമുണ്ട് ബയോഡാറ്റ. ഒന്ന് ഊര്, പേര്, നാട്, വയസ്സ്, ഭാഷാപഠനം, എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തില്, ആ അപേക്ഷയുടെ ബയോഡാറ്റയുടെ 25ാമത്തെ ചോദ്യം ഭയങ്കര രസാ. 25 ഉമ്മയുണ്ടോ? 26 ഉമ്മയുടെ പേരെന്താണ്? 27 ഉമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? 28 ഉമ്മയുടെ മൊബൈൽ നമ്പർ. 29 ഉമ്മയുടെ പോസ്റ്റൽ വിലാസം. 30 ഉമ്മയെ നാട്ടിൽ ആരാണ് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കുന്നത്? 31 എന്റെ സ്ഥാപനം താങ്കൾക്ക് തരുന്ന ശമ്പളത്തിൽ മുടക്കം വരാതെ പ്രതിമാസം താങ്കളുടെ ഉമ്മയ്ക്ക് എത്ര ശതമാനം തുക നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഉമ്മാന്റെ പേരിൽ? മനോഹരമായ കൺസെപ്റ്റാണ്. മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ട്. ഞാൻ